സുഖേട്ടന്റെ അമ്മ അനിയനൊക്കെ ആണല്ലോ വലുത്. ആയിക്കോ. ഒരു ഉപകാരം ചെയ്തോ, എനിക്ക് എന്റെ മോക്കും സ്വൈരമായിട്ട് കഴിയുന്ന ഒരു വീട് വാടകയ്ക്ക് എടുത്തു തരുമോ? ഇത് നോർമലി പറയുന്ന എക്സാക്ട് തലയൺ മന്ത്രം ഇനിയാണ് വരുന്നത്. അതെ, കൊച്ചുകുട്ടിയല്ലേ, അവക്ക് എന്തറിയാം. ഇനിയും ചിലപ്പോ ശൈലജയുടെ VCR തൊട്ടെന്നിരിക്കും. ഇപ്പൊ ഇത്രയും മാത്രമേ സംഭവിച്ചുള്ളൂ. നാളെ എന്റെ മോളെ അവള് തല്ലുന്നത് ഞാൻ കാണേണ്ടി വരും. ഇതൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞ മനസ്സിന്റെ ഒരു ഡിപ്രഷൻ തീർക്കാനാണ്. ആ സമയത്ത് കടന്നുപോയ ഒരു കാലഘട്ടമുണ്ട്. ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് ചാടുക എന്നുള്ളതാണ്. ഇന്നത്തെ മാതിരി അന്നങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല, അത്രയും ഒരു ഫ്രീഡം ഒന്നും വീട്ടിലില്ല. അപ്പോൾ എനിക്കുള്ള ഏക പോംവഴി എന്ന് പറയുന്ന ഡബ്ബിംഗ് സ്റ്റുഡിയോ ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് മാക്സിമം സമയം എടുക്കും. കാരണം ഡബ്ബിങ് തീരല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അത്രയും ലേറ്റായിട്ട് വീട്ടിൽ വന്നാൽ മതിയല്ലോ. അപ്പോൾ ഇത് ചെന്നൈയിലാണ്, ഇതൊക്കെ ചെന്നൈയിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ 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 ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പം സത്യേട്ടനൊക്കെ ശരിക്കും നമുക്കിങ്ങനെ ഫുൾ ഫ്രീഡം തരുന്ന ഒരു സംവിധായകനാണ്. സത്യേട്ടൻ ഒരിക്കലും നമ്മളുടെ അടുത്ത് ഇല്ല ഇങ്ങനെ തന്നെ വേണം എന്നങ്ങനെ പറയുകയില്ല. ചിലപ്പം സത്യേട്ടൻ ഇങ്ങനെ പറഞ്ഞാലോ എന്ന് പറഞ്ഞോളൂ എന്നിങ്ങനെ പറയും. പറഞ്ഞോളൂ എന്ന് പറയും. എന്നിട്ട് നമ്മൾ പറയുമ്പോൾ നന്നായിട്ടുണ്ട്, അത് വളരെ നന്നായിട്ടുണ്ട്, പക്ഷെ നമുക്കിത് ഇങ്ങനെ അപ്പോഴാണ് ഇതാണല്ലേ സംവിധായകന്റെ കാഴ്ചപ്പാട്, അതാണല്ലോ പ്രധാനം. അപ്പൊ അങ്ങനെ കുറേ സമയം എടുത്ത് ചെയ്ത ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത് നന്നായി ചെയ്യുക എന്ന് പറയുന്നത്, അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സംവിധായകർ ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ വീട്ടിൽ അനുഭവിക്കുന്ന ഡിപ്രഷനൊക്കെ ഇതിലിങ്ങനെ മാറിപ്പോകും. അപ്പൊ അതിനു വേണ്ടി കണ്ടെത്തുന്ന ഒരു മാർഗമാണത്. ഞാൻ ഇത് ഡൈവേർട്ട് ചെയ്യുന്നു.